ഈശോയുടെ വചനത്തെ പറ്റി നമ്മൾ ധ്യാനിക്കുകയാണ്. ഈശോ അവിടെ പറയുകയാണ്, ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരം നടക്കുന്നില്ല, അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും. ഈ ജീവന്റെ പ്രകാശം ഇന്ന് മനുഷ്യൻ നഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ തുടങ്ങി എന്നുള്ളത് പറയുന്നതിനേക്കാൾ നല്ലത് ഈ ജീവന്റെ പ്രകാശം നഷ്ടപ്പെട്ട മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന പല പ്രവൃത്തികളും നമ്മൾ ഇന്ന് ലോകത്ത് കാണുമ്പോൾ അത് ഇന്ന് വലിയ ഞെരുക്കങ്ങൾക്ക് സഹനങ്ങൾക്ക് കാരണമായിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുക. മാർപ്പാപ്പ കഴിഞ്ഞ ദിവസം ലോകത്തിലെ എല്ലാ കത്തോലിക്ക വിശ്വാസികളുമായി ആഹ്വാനം ചെയ്തു, ഒരു ദിവസം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉപവാസപരമായിട്ട് ചെലവഴിക്കണം. വ്യക്തിപരമായി ഈ ആഹ്വാനം, വ്യക്തിപരമായി എന്ന് ഞാൻ പറയുമ്പോൾ അത് ഒരു എന്താ പറയുക, നമ്മളത് ഗൗരവമായിട്ട് വ്യക്തിപരമായിട്ട് എടുക്കണമെന്ന് ഞാൻ പറയും. ഒരു ദിവസമല്ല, ആഴ്ചയിൽ ഒരു ദിവസം പറ്റുമെങ്കിൽ ഈ നിയോഗം വെച്ചുകൊണ്ട് ഉപവസിക്കാൻ പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാണ്. കാരണം അത്രമാത്രം ഗൗരവമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ആ സാഹചര്യം ഒന്ന് ധ്യാനാത്മകമായിട്ട് നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് വലിയ ദുഃഖം തോന്നിയൊരു കാര്യം പത്രത്തിൽ കണ്ട ഒരു കാര്യമാണ്. ഗാസയിൽ കുട്ടികളടക്കം അനേകം പേര് ഭക്ഷണത്തിനായിട്ട് കരയുന്നു, കൈനീട്ടുന്നു. നിങ്ങൾ കണ്ടോ? വലിയ തോതിൽ ദാരിദ്ര്യവും രോഗങ്ങളും പട്ടിണിയും മരണങ്ങളും ആ നാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. പക്ഷേ ഹമാസ് ഇപ്പോഴും ആളുകളെ തടവിലാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, അവര് ഇനിയും കുറെ പേരെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായിട്ടില്ല. പട്ടിണിയും മരണങ്ങളും മറ്റ് ദുരിതങ്ങളും അവിടെ നടക്കുകയാണ്. പക്ഷെ ഇതെല്ലാം ആയുധമാക്കിക്കൊണ്ട് അവര് ഒരു പലസ്തീൻ അനുകൂല തരംഗം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, എത്ര ഹീനവും പൈശാചികവും ആ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കും. ഇസ്രായേലിന്റെ യുദ്ധത്തെ നമുക്ക് ന്യായീകരിക്കാനായിട്ട് കഴിയില്ല. കാരണം അവരുടെ മരിച്ച ആയിരങ്ങൾക്ക് പകരമായി ഇതിലും തന്നെ അവർ 70,000 പേരുടെ ജീവൻ എടുത്തു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. രണ്ട് സ്ഥലത്തും ലോകത്തിന് പ്രകാശമായ ഈശോയുടെ വചനങ്ങൾ സ്വാധീനം ചെലുത്തുന്നില്ല എന്ന് മാത്രമല്ല, നരകത്തിന്റെ അധിപനാണ് അവിടെ ദുരിതത്തിന്റെയും മരണത്തിന്റെയും ദൂതനായി പ്രവർത്തിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് മാർപ്പാപ്പ വിശ്വാസികളോട് ഉപവാസവും പ്രാർത്ഥനയും നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ സ്ഥിതി വ്യത്യസ്തമല്ല. ഇന്ത്യയിലെ സ്ഥിതി എന്താണ്? അതിനെ ഒന്ന് വചനത്തിന്റെ വെളിച്ചത്തിൽ ഒരു ക്യാപ്സ്യൂൾ പരുവത്തിലാക്കിയാൽ അത് ഇങ്ങനെയാണ്. തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്, അരാജകത്വത്തിന്റെ നിഗൂഢ ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മാത്രം മതി, അപ്പോൾ അരാജകമൂർത്തി പ്രതിഷ്ഠിക്കപ്പെടും. സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച 2 ജസ്റ്റിസുമാരെ എന്താണ് ഞാൻ മനസ്സിലാക്കുമ്പോൾ KM ജോസഫും മഞ്ജുള ചില്ലൂരും അവർ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വന്നപ്പോൾ അവർ നടത്തിയ ഒരു നിരീക്ഷണം പത്രത്തിൽ ഞാൻ കണ്ടു. അതിപ്രകാരം അവർ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം അപകടത്തിലാണ്, ഭരണഘടനയെ തകർക്കാൻ ശ്രമം നടക്കും. ഇന്ത്യ എന്ന രാജ്യം, നമ്മുടെ രാജ്യം അപകടത്തിലാണ്, ഭരണഘടനയെ തകർക്കാനായിട്ട് ശ്രമം നടത്തുന്നു. പ്രിയമുള്ളവർ, എങ്ങനെയാണ് അത് നടക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ചിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. എന്താണ്? നിങ്ങളത് ഈ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിലൊക്കെ കണ്ടു കാണും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അത് വലിയ ചർച്ചയായിരുന്നു. ആ 2 വാക്കുകൾ എന്ന് പറയുന്നത് ഇതാണ്: മതേതരത്വവും സോഷ്യലിസവും. ഈ 2 വാക്കുകൾ മാറ്റാനാണ് BJP ഗവൺമെന്റ് കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മതേതരത്വം എന്താണ്? മതേതരത്വം എന്നാൽ ഇന്ത്യയിൽ എല്ലാ മതങ്ങളും തുല്യമാണ്. ഒരു മതത്തോടും രാജ്യത്തിന് പ്രത്യേക ആഭിമുഖ്യമോ ശത്രുതയോ ഇല്ല എന്നുള്ളതാണ്.
സോഷ്യലിസം അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയം എന്താണ്? അത് സാമൂഹിക നീതി അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ക്രമമാണ്. എല്ലാവർക്കും തുല്യ അവസരങ്ങളും അവകാശങ്ങളും ഉറപ്പാക്കുക, സാമ്പത്തിക അസമത്വങ്ങൾ കുറയ്ക്കുക, ദരിദ്രരെയും ദുർബല വിഭാഗങ്ങളെയും സംരക്ഷിക്കുക. ഈ രണ്ട് വാക്കുകളും ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യാൻ BJP ഗവൺമെന്റ് ശ്രമിക്കുമ്പോൾ അവരുടെ ഉദ്ദേശം വളരെ കൃത്യമാണ്: ഇന്ത്യയെ ഒരു ഇരുളടഞ്ഞ ഭൂപ്രദേശമാക്കി മാറ്റുക, ഇവിടെ അനീതിയും അസമത്വവും അക്രമങ്ങളും വ്യാപിപ്പിക്കുക, ഒരു ജനതയെ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള അടിമത്തത്തിന്റെ മുഖത്തിന് കീഴിൽ തളയ്ക്കുക. ഇതാണ് അവരുടെ ലക്ഷ്യം. ഈ രണ്ട് വാക്കുകളും എടുത്തു കളഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇത് നിലനിൽക്കെ തന്നെ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഈ രണ്ട് വാക്കുകൾ ഇതുവരെ എടുത്തു കളഞ്ഞിട്ടില്ല. അത് നിലനിൽക്കെ തന്നെ എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയിൽ പല സ്ഥലത്തും മതസ്വാതന്ത്ര്യമില്ല. ഇന്ത്യൻ പൗരന് ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഇന്ത്യൻ ഭരണഘടന അനുവാദം നൽകിയിരിക്കുകയും പല സംസ്ഥാനങ്ങളിലും മതപരിവർത്തന നിരോധന നിയമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്രകാരം ഭരണഘടനയെ നോക്കുകുത്തിയായി അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന കാഴ്ച ഇന്ത്യയിലെ പ്രയോഗങ്ങൾ കാണുന്നു. ഇവിടെ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു വരികയാണ്. 2023 ഓക്സ്ഫാം റിപ്പോർട്ട് അനുസരിച്ച്, ഒരു ഇന്റർനാഷണൽ റിപ്പോർട്ടാണ്, രാജ്യത്തിലെ 1% അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ 1% സമ്പന്നരുടെ കയ്യിൽ രാജ്യത്തിന് 40% സമ്പത്തും കുമിഞ്ഞുകൂടിയിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ട് പ്രകാരം നമ്മൾ മനസ്സിലാക്കുക. കഴിഞ്ഞ ആഴ്ചയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് കൊള്ള നടത്തി BJPയെ സഹായിച്ചു എന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം പ്രതിപക്ഷ നേതാവ് പുറത്തു കൊണ്ടുവന്നു. ഈ വാദത്തെ ഖണ്ഡിക്കാനോ അപ്രകാരം സംഭവിച്ചിട്ടില്ല എന്ന് നട്ടലോടെ പറയാമോ? തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഈ കമ്മീഷൻ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പാവയാണ് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അത് ഏറെ ശരിയാണ് എന്ന നിലയിൽ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. പ്രിയമുള്ളവരെ, അത്യന്തം അപകടകരമായ ഒരു ഘട്ടത്തിൽ നാം എത്തി നിൽക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം പറയുക. ദൈവവചനം പറയുകയാണ്, നേരത്തെ സൂചിപ്പിച്ചു, അരാജകത്വത്തിന്റെ നിഗൂഢ ശക്തി ഇപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നവൻ വഴിമാറിയാൽ മാത്രം മതി, അപ്പോൾ അരാജകമൂർത്തി പ്രത്യക്ഷപ്പെടും. പ്രിയമുള്ളവരെ, ഇന്ത്യയിൽ ഈ അരാജകത്വത്തിന്റെ അജ്ഞാത ശക്തിയെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഈ ഭരണഘടന അതിന് ലോകത്തിലെ വെളിച്ചമായി വന്ന ഈശോയുമായി ബന്ധമുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഈ ഭരണഘടനയ്ക്ക് ലോകത്തിലെ പ്രകാശമായ ക്രിസ്തുവുമായിട്ട് ബന്ധമുണ്ട്. കാരണം ഇന്ത്യൻ ഭരണഘടന എഴുതി ഉണ്ടാക്കിയവരെ പാശ്ചാത്യ ഭരണഘടന ഒട്ടേറെ സ്വാധീനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വെസ്റ്റേൺ ഭരണഘടന അവർ ഒട്ടേറെ സ്വാധീനിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ബ്രിട്ടീഷുകാരാണല്ലോ നമ്മുടെ നാട്ടിൽ ഭരണം നടത്തിയത്. ആ ഭരണഘടന തന്നെ ഏറെക്കുറെയൊക്കെ ഇപ്പം അതിനെ മാറ്റി ഇന്ത്യൻ ന്യായ സംഹിത എന്നൊക്കെ മാറ്റുന്നുണ്ട്. അത് നല്ല കാര്യം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഭരണഘടനയുടെ കാതൽ എന്ന് പറയുമ്പോൾ ഇതാണെന്ന് ഞാൻ പറഞ്ഞു. പാശ്ചാത്യ ഭരണഘടന നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. പാശ്ചാത്യ ഭരണഘടന തയ്യാറാക്കിയവരെ വിശുദ്ധ ബൈബിളിലെ നീതിയും സാഹോദര്യവും സമത്വവും സ്നേഹവും ഒട്ടേറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. ഇങ്ങനെയാണ് ഈശോ എന്ന വെളിച്ചം ഭരണഘടനയിലേക്ക് പ്രവേശിക്കുന്നതും നമ്മുടെ ഭാരതത്തെ ദീപ്തമാക്കി മാറ്റുന്നത്. ഇങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയിലൂടെ ക്രിസ്തുവിന്റെ വെളിച്ചം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് വഴികാട്ടിയാകുന്നതും സംരക്ഷണമാകുന്നതും. അതുകൊണ്ട് മാർപ്പാപ്പ പ്രാർത്ഥിക്കാൻ, ഉപവാസം എടുക്കാൻ പറയുമ്പോൾ ഈ പശ്ചാത്തലത്തിൽ കൂടി വേണം നമ്മൾ മനസ്സിലാക്കാൻ. അന്ധകാര ശക്തികൾക്കെതിരെ സഭ എന്നും പ്രയോഗിച്ചിട്ടുള്ള ആയുധം പ്രാർത്ഥനയും ഉപവാസവുമാണ് എന്ന് മനസ്സിലാക്കുക. ഈ ആയുധത്തെ ഉപയോഗപ്പെടുത്തി ലോകത്തെയും നമ്മുടെ നാടിനെയും വരാനിരിക്കുന്ന ദുരിതങ്ങളെയും ഒഴിവാക്കാനാണ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മളിത് കേവലം ആഹ്വാനമായിട്ട് തള്ളിക്കളയരുത്.
നമ്മളുടെ അനുദിന ജീവിതത്തെ പോലും തകർക്കാൻ പോകുന്ന വിധത്തിൽ നാരകീയ ശക്തികൾ പ്രബലപ്പെടുമ്പോൾ അതിനെ മുളകിലെ തന്നെ കൊള്ളുക എന്നുള്ളതാണ്. ഒത്തിരി പ്രസ്ഥാനങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ട് വരേണ്ടതുണ്ട്. ഒരു ബഹുജന റാലി മാത്രമല്ല, ബഹുജന ഐക്യത്തിൽ ഊന്നിയ പ്രതിരോധ പ്രവർത്തനങ്ങളോട് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. നമുക്ക് അതിന് പ്രാർത്ഥിക്കാൻ കഴിയും. നമുക്കൊരു പക്ഷേ ഈ പ്രകടനങ്ങളിൽ ഒന്നും ചിലപ്പോൾ വിപ്ലവം മുഴങ്ങി പറഞ്ഞ് പോകാനോ നിരക്കാനോ കഴിയുമായിരിക്കില്ല. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെ ഉപവാസത്തിലൂടെയും ഇതിനുവേണ്ടി ദാഹിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ അപകടത്തെ നന്നായിട്ട് ഗ്രഹിക്കുന്ന ഒട്ടേറെ മനുഷ്യ സ്നേഹികൾ എന്തെങ്കിലുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെ ഉപവാസം നമ്മൾ ശക്തിപ്പെടുക. നമ്മളിൽ തന്നെ കഴിവുള്ളവർക്ക് അത്തരത്തിൽ നേതൃത്വം കൊടുക്കാനും പ്രസംഗിക്കാനും സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് പോകാനൊക്കെ കഴിയും. പക്ഷേ പൊതുവെ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന ഉപവാസവും. ഇത് ഇന്ത്യയെ ശക്തിപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഈ ആത്മീയത, നമ്മുടെ ഭാരതഋഷിമാർ അല്ലേ, ഭാരതഋഷിമാരുടെ ആ വലിയ അവരുടെ പ്രാർത്ഥനയും അവരുടെ ത്യാഗവും അവരുടെ അത്തരത്തിലുള്ള ജീവിതവും ഒക്കെയാണ് ഇന്ത്യയാക്കി മാറ്റിയത് നമുക്കറിയാം. അപ്പൊ ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് ഈ ആത്മീയ ശക്തിയാണ്. ആത്മീയ ശക്തി നമ്മൾ കൂടുതൽ സ്വന്തമാക്കേണ്ട അല്ലെങ്കിൽ അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്നാൽ മാത്രമേ യഥാർത്ഥ ഇന്ത്യയെ നമുക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ലോകത്തിന് പ്രകാശമായിട്ട് നീ വന്നോ, ആ പ്രകാശം ഞങ്ങളിലെത്തി. അത് ഇന്ത്യൻ ഭരണഘടനയിലൂടെയാണ്. ഞങ്ങളതിൻ്റെ സാഹോദര്യവും സമത്വവും സന്തോഷവും സ്നേഹവും പക്ഷപാതമില്ലായ്മയും എല്ലാം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതാ ചിത്രശക്തികൾ ഒരുമിച്ച് കൂടിയാണ്. ദൈവമേ, ഞങ്ങളെ രക്ഷിക്കണം. ഞങ്ങൾ ഈ അവസ്ഥയെ ഗൗരവമായിട്ട് എടുക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ, ഞങ്ങൾ ഉപവസിക്കട്ടെ. അപ്രകാരം അങ്ങയുടെ ഒറ്റ വിശ്വാസം കൊണ്ട് ഈ ശക്തിയെ തകർക്കാനായിട്ട് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് കർത്താവേ, അതിന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ശക്തരാകേണ്ടതുണ്ട്. ആ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. അതിനുവേണ്ടി ത്യാഗം സഹിക്കാനുള്ള ആ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ശക്തി ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇതിൽ പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും